നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ് മസാല റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും റൈസിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയൊക്കെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുഴുങ്ങി വെച്ച മുട്ട ഓരോന്നായിട്ട് എടുക്കാം. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ കുത്തി കൊടുക്കാം. ചെറിയ ചെറിയ ഹോൾസ് ആക്കി എടുക്കാം. ഇങ്ങനെയല്ല ചെയ്യുന്നെങ്കിൽ കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുത്താലും മതിയാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന മസാല മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മുട്ട ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പം തന്നെ പൊടികൾ ചേർത്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും. പൊടികളൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർക്ക് കൊണ്ട് കുത്തേറ്റ മുട്ടകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ 1 മിനിറ്റൊക്കെ മതിയാവും ഇതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പുറം ഭാഗം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടും വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ട വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ മുട്ട ഫ്രൈ ചെയ്തെടുത്ത അതേ പാത്രത്തിലാണ് നിങ്ങൾ ഈ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 3 ഗ്രാമ്പു, 2 ഏലക്കായ, 1 കഷ്ണം പട്ട ഇതൊക്കെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ സവാളയോ മീഡിയം സൈസിലുള്ളതോ എടുക്കുന്നതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. അപ്പോൾ സവാളയും കൂട്ടത്തിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടുണ്ട്. പിന്നെ 5 വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. 2 പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിടാം. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. വേറൊന്നുമല്ല, കടലമാവാണ്. 2 ടീസ്പൂൺ കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. കടലമാവ് ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ കറി നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. കറിക്കൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. കൂട്ടത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കാം. കടലമാവിൻ്റെ റോ ടേസ്റ്റ് മാറിയില്ലെങ്കിൽ നമ്മുടെ കറിയിൽ അത് മുന്നിട്ട് നിൽക്കും. മാത്രമല്ല കറിക്ക് ആ ഒരു വിചാരിച്ച പോലെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തതാണ്. ഇങ്ങനെയല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്തിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇനി തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് നന്നായിട്ട് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ അടുത്തതായിട്ട് ഇനി വെള്ളം ഒഴിക്കണം. നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടെ കസൂരി മേത്തിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. നമ്മുടെ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓയിലൊക്കെ സൈഡിൽ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് കമൻസിൽ കൂടി അറിയിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ചാനലിൽ വേറെയും കുറേ എഗ് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് അതും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്